ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. അപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറയുന്നില്ലേ, പുറത്ത്, അതായത് വീടിൻ്റെ പുറത്ത് നല്ല കുറച്ച് പണിയുണ്ട്, പോച്ച കയറി കിടക്കുന്നതൊക്കെ. അപ്പം ആ പോച്ച കയറിയ ആ ഒരു ഫ്രണ്ട് ഭാഗമാണ്, വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ഞാനീ കാണിക്കുന്നത്. ഇത് പിന്നെ സൈഡ് വശവും, പിന്നെ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ചത് ഫ്രണ്ട് വശവുമാണ്. ഇത് അതായത് ഇത് അടുക്കള വശമാണ്. അടുക്കള വശത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ. അപ്പം ഇതിന് ശേഷം ഞാൻ ഈ 2 ദിവസം കൊണ്ട് പണിക്കാരെ നിർത്തി ക്ലീൻ ആക്കിച്ച വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ. അപ്പം ഇത്രയും വർക്ക് കണ്ടില്ലേ. ആ പോച്ച പിടിച്ച് കാട് പിടിച്ച് കിടന്ന ഭാഗമെല്ലാം കൂടെ ഇന്നും കൂടെ നിന്ന് അവർ വൃത്തിയാക്കിയിട്ടതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ജോലി തിരക്കും മേളവും എല്ലാം ആയിട്ട് എനിക്ക് രാവിലത്തെ വീഡിയോ ഇടാൻ പറ്റിയില്ല. കറക്റ്റായിട്ട് എനിക്ക് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വേറെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് നേരം അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റിയില്ല. ഒന്നും പറ്റിയില്ല. എനിക്കത് കാരണം തന്നെ ആകെ മൂഡ് ഓഫായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച എന്താണ്, ആ കാര്യങ്ങൾ, അതായത് പണിക്കാർ ജോലിയൊക്കെ ചെയ്യട്ടെ, അവർക്കുള്ള ഫുഡ് കൊടുക്കാം, പിന്നീട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ സാവകാശം ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ അത്താഴത്തിനുള്ള ചെറിയൊരു കുഞ്ഞൻ പ്രിപ്പറേഷനാണ് കേട്ടോ. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുന്നുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരിച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ കുരുമുളക് പൊടി തീർന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നല്ല കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, നമ്മൾ ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാടൊന്നും ഇല്ല. ഇന്നലെ എടുത്തതിൻ്റെ ബാലൻസ് 3 ചിക്കൻ കിടന്നതാണ്. അതിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ തൈര്, കട്ട തൈര് നമുക്കിതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച്. ഇനി നമ്മുടെ ഉപ്പ്. ഓക്കെ. ഇനി നമ്മുടെ കൊച്ചുള്ളി. പിന്നെ ദാണ്ടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്ര നമുക്കിനകത്തോട്ട് ഇടാം. ഇതിൻ്റെ ഞാൻ ചെത്തി കളഞ്ഞ് വെച്ചേക്കുവാണ്. നമുക്കിതൊന്ന് അരിഞ്ഞതിനകത്തിട്ട് കൊടുക്കാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഞാൻ ഇങ്ങനൊന്നും അല്ല ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ പിന്നെ എന്തൊക്കെയാക്കി തീരുമോ എന്തോ. അരിഞ്ഞങ്ങോട്ടിടാം. അപ്പോൾ ഇതെല്ലാം കൂടെ ആക്കി. ചിക്കൻ മാത്രം കുറവാണ്, ബാക്കിയെല്ലാം കൂടുതലുണ്ട്. എല്ലാം കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി മുളക് പൊടിയുടെയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ചിക്കൻ കറിയല്ലല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട. ഇത്രയൊക്കെ മതി. ഇനി അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കാം. തീ ഒന്ന് കുറച്ചിട്ടേക്കാം. ഓക്കെ.
ഇതിപ്പം ഏതാണ്ട് തക്കോലവും കറുവപ്പട്ടയൊക്കെയാണ്. ഇത് പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒരു 1.5 മാസത്തേക്ക് ഞാൻ ഗൾഫിലോട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിച്ച് വെച്ചായിരുന്നു. ഞാനന്ന് കുറച്ചൊക്കെ പൊടിച്ച് കൊണ്ടുപോകാമെന്നും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഗൾഫിൽ പോകാൻ നേരത്ത് ഞാൻ ഇതെല്ലാം കൂടെ കിറ്റ് കെട്ടി ഞാൻ അവിടെ എവിടെയൊക്കെയോ സൂക്ഷിച്ച് വെച്ചിരുന്നു. എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല എവിടെയൊക്കെയാണെന്ന്. ഇപ്പം ഞാൻ ഇവിടെ തിരിച്ച് വന്ന് ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലുള്ള കിറ്റും കെട്ടും ഞാനൊരു ബക്കറ്റിലാണ് വെച്ചിരുന്നത്. ഈ കിറ്റും കെട്ടും എല്ലാം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് നല്ല ശരിക്കും അങ്ങ് ഒരുമാതിരി പൂത്ത് വല്ലാതിരിക്കുമായിരുന്നു, ഈ തക്കോലവും കറുവപ്പട്ടായും ഒക്കെ. അപ്പോൾ അത് ഇന്നാണ് ഞാനത് കഴുകിയിട്ട് ഇന്നലെ കഴുകിയിട്ട് ഞാൻ സാലാക്കകത്ത് വെച്ചു. ഞങ്ങളുടെ സിറ്റൗട്ടിൽ തന്നെ വെച്ചു ഉണക്കി. ഇന്നത്തെയും കൂടെ ഉണക്കി ചെന്നപ്പോൾ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനതൊരു ചെറിയൊരു കുപ്പിക്കകത്ത് ഞാൻ ഇട്ട് വെക്കാമെന്ന് കരുതി. ആവശ്യത്തിനെടുത്ത് പൊടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇടുകയോ ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു. പിന്നെ മല്ലിപ്പൊടി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ മല്ലിപ്പൊടി അങ്ങ് പൂത്തുപോയെന്ന്. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് അത്യാവശ്യം ഞാൻ കറിക്കൊക്കെ ഇടാൻ വേണ്ടി കടയിൽ നിന്ന് 2 ചെറിയ പാക്കറ്റ് മല്ലിപ്പൊടിയായിരുന്നു വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് തീരാറായി. പിന്നെ ഞാൻ പുതിയ ഒരു കിലോ മല്ലിപ്പൊടി ഞാൻ വാങ്ങിപ്പിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ടിന്നാണിത് കേട്ടോ. ഇതിനകത്ത് മുമ്പേ പൂത്ത മല്ലിപ്പൊടിയായിരുന്നു ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഞാനത് നല്ലോണം തേച്ച് കഴുകി ഉണക്കിയെടുത്തിട്ട് ഇന്നിപ്പം ഞാൻ നമ്മുടെ ആ മല്ലിപ്പൊടി ഫ്രഷ് മല്ലിപ്പൊടി കൊണ്ടുവന്നതിനകത്ത് 1 പാക്കറ്റ് 2 പാക്കറ്റ് അര കിലോ വെച്ച് അതിനകത്ത് 1 പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ ആ ടിന്നിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അത് പിന്നെ കൊതിപ്പുല്ലാണ്, പിന്നെ തുളസിയുണ്ട്, പനിക്കുറുക്കയുണ്ട്, കരിന്നൊച്ചിയുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഐറ്റം നമ്മൾ ഈ പനിക്കാർക്ക് വെള്ളം തിളപ്പിക്കുന്നതിനുള്ള കുറച്ച് ഇലക്കൂട്ടങ്ങളാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കൊതിപ്പുല്ലുണ്ട്, പനിക്കുറുക്കയുണ്ട്, തുളസിയുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. കരിന്നൊച്ചിയുണ്ട്. കരിന്നൊച്ചി എന്ന് വെച്ചാൽ ഭയങ്കരം കയ്പ്പാട്ടോ, ഭയങ്കരം കയ്പ്പ്. പിന്നെ ഈ കൊതിപ്പുല്ലെന്ന് പറയുന്നത് നല്ല മണമാണ്, സുഗന്ധം പരത്തുന്നൊരു സംഭവമാണ്. പിന്നെ പനിക്കാർക്ക് തുളസിയും പനിക്കുറുക്കയൊക്കെ നല്ലതാണല്ലോ. കരിന്നൊച്ചി ഭയങ്കരം കയ്പ്പാണ്, തൊടാനൊക്കത്തില്ല, അത്രയ്ക്ക് കയ്പ്പാണ്. അപ്പോൾ ഇത് നമ്മളിട്ട് കലക്കി വെള്ളം കുടിക്കാനാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. അത് കഷായ വെള്ളത്തിനെക്കാട്ടിയും കഷ്ടമായിരിക്കും. പിന്നെ ചില ആൾക്കാർ കരിപ്പെട്ടിയോ അല്ലെങ്കിൽ കൽക്കണ്ടവോ ഒക്കെ ഇട്ട് ആ വെള്ളം കുടിക്കും. അതൊക്കെ നല്ലതാണ്. അപ്പം ഞാനിപ്പം വെള്ളം കുടിക്കാൻ വേണ്ടിയല്ല ഇതിപ്പോൾ കൊണ്ടുവച്ചത്, ആവി പിടിക്കാൻ. ഇവിടുത്തെ വാപ്പായ്ക്ക് പനിയും പ്രശ്നമായിട്ട് കുറച്ച് ദിവസം കൊണ്ട് വയ്യാഴികയൊക്കെ ആയിട്ടിരിക്കുന്നു. ഓൾറെഡി ഒരുപാട് വയ്യാഴികയ്ക്കുള്ള മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇപ്പം ചെറുതായിട്ടൊരു പനി വന്നപ്പോഴത്തേക്ക് ആൾക്ക് പ്രത്യേകിച്ചുള്ള മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ മാതിരി ഇലവർഗ്ഗങ്ങളൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ആവി കൊണ്ടുകൊണ്ടിരിക്കും. പക്ഷേ സംഭവം നല്ലതാണ് കേട്ടോ. വേറൊന്നുമല്ല, പനിക്കാർക്കോ അതുപോലെ മുറിവ് പറ്റിയതിനും ഒക്കെ നല്ലതാണ് ഈ ഐറ്റംസ് എല്ലാം. അപ്പം വെള്ളം നിറച്ചിട്ട് പുട്ടുകുടത്തിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ ഈ ഇലവർഗ്ഗങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളപ്പിച്ചിട്ട് വേണം നമുക്കത് ഉപയോഗിക്കാൻ. അപ്പം ഈ സമയം കൊണ്ടെല്ലാം നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പെട്ടെന്ന് എടുത്തിട്ട് കഴുകാനോ തൊടാനോ പിടിക്കാനോ ഒന്നും ചെല്ലരുത്. വേറൊന്നും കൊണ്ടില്ല. ഇപ്പോൾ സിമൻറ്റ് തേച്ചാണെങ്കിൽ അവിടെ പാട് വീഴും, പിന്നീട് വെള്ളം വീണ്ടും ചോർച്ചയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സിമൻറ്റും ഒന്നും തേച്ചിട്ടില്ല. എന്നാലും ശരി, പല പല പണികളുള്ളത് കൊണ്ട് ഇങ്ങനെ അവർ അതേന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ, പഴയ വീടിൻ്റെ മുറ്റത്തെ പഴയ അവസ്ഥയും വീടിൻ്റെ ഫ്രണ്ടിലെ പഴയ അവസ്ഥയും എല്ലാം കൂടെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടൊക്കെ ഒരിച്ചിരിയൊക്കെ വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് പരിസരത്തോട്ട് ഇറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുകയോ നടാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി താഴ്ന്ന പുരയിടമായതുകൊണ്ടും തോട്ടിലെ വെള്ളം പുരയിടത്തിൽ കയറുന്നത് കൊണ്ടും മാത്രം നമുക്ക് ചില കൃഷികളൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല. പിന്നെ നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പുരയിടം പൊക്കപ്പുരയിടമാക്കിക്കൊണ്ട്, അതായത് ഗ്രാവലോ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ട് പുരയിടം പൊക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പിന്നെ കൃഷികൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഐഡിയാസ് മനസ്സിലുണ്ട്. എല്ലാം നടപ്പിലാകണം എന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ മൂന്ന് ചിക്കൻ എന്ന് തന്നെ പേരാണ്. അത് നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ.